ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയതിൽ MSF പ്രതിഷേധം. ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നാട്ടുകാരും രക്ഷിതാക്കളും രംഗത്ത് വന്നു. ഇപ്പോൾ ദിൽഷ തിലകനാണ് ചേരുന്നത്. ദിൽഷ, വലിയ പ്രതിഷേധ സമരമാണോ അവിടെ നടക്കുന്നത്? പോലീസ് സുരക്ഷയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിൽഷ, കേൾക്കാമോ? ദിൽഷ, എത്രത്തോളം ശക്തമാണ് അവിടെ പ്രതിഷേധ സമരം? വിദ്യാർത്ഥികൾക്ക് ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈ +1 വേണ്ടിയിട്ട് കുട്ടികൾ രാവിലെ സ്കൂളിലെത്തിയപ്പോഴാണ് സ്കൂളിലേക്ക് MSF പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തിയത്. കൂടാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത്. MSF അതറിഞ്ഞ് അവിടേക്ക് പ്രതിഷേധവുമായിട്ട് എത്തുകയായിരുന്നു. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ സ്കൂളിന് കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്നാൽ ഈ ഒരു പ്രതിഷേധത്തിനിടെ നാട്ടുകാരും രക്ഷിതാക്കളും കൂടി ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരികയാണ്. കാരണം ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തങ്ങളുടെ മക്കളുടെ ഒരു സുരക്ഷയെ അത് ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നാട്ടുകാരും രക്ഷിതാക്കളും അടക്കം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ MSF പ്രവർത്തകർക്കൊപ്പം നാട്ടുകാരും രക്ഷിതാക്കളും പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കുറ്റാരോപിതരായ 2 വിദ്യാർത്ഥികൾക്കാണ് ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 പേർക്ക് താമരശ്ശേരി GVHSSലും മറ്റ് 2 പേർക്ക് കോഴിക്കോട് നഗരത്തിലെ ഒരു സ്കൂളിലുമാണ് പ്രവേശനം നൽകിയത്. ഈ കോഴിക്കോട് നഗരത്തിലെ സ്കൂളിലും ഇതുപോലെ അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് എത്തിയ കുട്ടികളുടെ നേരെ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ യൂത്ത് കോൺഗ്രസ് എല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് തുടർ പഠനത്തിന് സൗകര്യം ഒരുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുള്ളത്. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. +1 പ്രവേശനത്തിന് അനുവദിക്കുന്നതിന് പുറമെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തുന്ന സമയത്ത്, അതായത് രാവിലെ 10 മണി മുതൽ 5 മണി വരെ അഡ്മിഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ ഉൾപ്പെടെ നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയാണ്. ലക്ഷ്മി. ദിൽഷ തിലകനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.